ഹായ്ഡാ, വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ അല്ലെങ്കിൽ ASM-ഉം അതുപോലെ LDC-യും ഇവരുടെ സാലറി തമ്മിലുള്ള ഒരു താരതമ്യമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. പൊതുവെ LDC പരീക്ഷ എന്ന് പറയുന്ന ഒരു ഗ്ലാമർ പോസ്റ്റ് പോലെയും ഈ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പോലുള്ളവയ്ക്ക് നമ്മളൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നതും കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇവിടെ സാലറിയുടെ ഒരു താരതമ്യം നോക്കിക്കഴിഞ്ഞാൽ ചില പ്ലസ് ചില മൈനസുകളൊക്കെ ഉണ്ട്, അതെല്ലാം പറഞ്ഞു തരാം. പ്ലസ് ഉണ്ട്, മൈനസ് ഉണ്ട്. പക്ഷെ എന്നാൽ പോലും സാലറി ഏകദേശം ഒരുപോലെയാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. നമ്മുടെ തമ്പ് തന്നെ അതാണ്. സാലറി എന്ന് പറയുന്നത് LDCയുടെ അതേ സാലറി അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് ഈ സെക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കടാ, ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം 2020 ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അതുപോലെ ഇതിന്റെ 2026 വരെ എന്തിന്റെ കാലാവധി ഉണ്ട്, ഇപ്പൊ ഇറങ്ങിയ ലിസ്റ്റിന് കാലാവധിയുണ്ട്. അപ്പൊ നിയമനങ്ങൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വിവാദമാവുന്ന ഒരു സംഭവമാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഒരു എന്താ പറയുക പോസ്റ്റ് എന്ന് പറയുന്നത്. പല വീഡിയോകളിലും എൻ്റെ താഴെ കമന്റുകളിലൊക്കെ പലരുടെയും രോഷപ്രകടനവും ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതെല്ലാം പോസിറ്റീവ് മൈൻഡോടുകൂടി തന്നെയാണ് എടുക്കുന്നത്. കാരണം എല്ലാവർക്കും അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അല്ലേ? ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ 2026 വരെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിയമനങ്ങൾ ഒരു പരിധിവരെ നടന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ പത്രവാർത്തകളിലും മറ്റുമൊക്കെ ഗവൺമെന്റും അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. കൂടുതലും ഡെയിലി വേസുകാരാണ് അതിനകത്ത് ഉൾപ്പെടുത്തുന്നതൊക്കെ പറഞ്ഞ് പല സംഭവങ്ങളുണ്ട്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നമ്മുടെ വിഷയം ഇത്രയേ ഉള്ളൂ. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സാലറി എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബേസിക് പേ എന്ന് പറയുന്നത് 2300 ഓക്കെ, അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബേസിക് പേ എന്ന് പറയുന്നത് എത്രയാണ്? 2300. അവരുടെ HR എന്ന് പറയുന്നത് 1200. അത് ഓരോ ഏരിയ എത്തുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ പഞ്ചായത്ത് അതുപോലെ മുനിസിപ്പാലിറ്റി അങ്ങനെ വരുമ്പോൾ അതിനോട് ചേഞ്ച് ഉണ്ടാവുന്നു. ഇനി CCA ഇല്ല. അതുപോലെ DA എന്ന് പറയുന്നത് 9%. മുമ്പ് 7% ഇപ്പോൾ DA എന്ന് പറയുന്നത് എത്രയാണ്? 9%. അതുപോലെ ഇവർക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട എന്നാൽ LD-കാർക്ക് ഇല്ലാത്ത ഇവർക്കുള്ള ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ ജോലി എന്ന് പറയുന്നത് അധിക സമയമാണ് എന്നതുകൊണ്ട് തന്നെ ഇവർക്ക് ഹാഫ് DA കിട്ടാറുണ്ട്. എത്ര കിട്ടാറുണ്ട്? ഹാഫ് DA എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, പകുതി DA. അതായത് നമുക്കിപ്പോൾ ഇവിടുത്തെ DA എന്ന് പറയുന്നത് 9% ഹാഫ് DA എന്ന് പറയുന്നത് 4.5%. ഇനി അത് വേറൊരു തലത്തിൽ പഞ്ചായത്തിലോ മറ്റോ ഒക്കെ ആകുമ്പോഴത്തേക്കും ഹാഫിന്റെ പകുതി വരും. അതായത് ഇപ്പൊ നമുക്കിവിടെ 4 ആണെങ്കിൽ 2.25% DA വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഹാഫ് DA എന്ന് പറയുന്ന ഒരു സംവിധാനം ഇവർക്ക് കിട്ടാറുണ്ട്. ഇപ്പം അതായത് ഞാനിപ്പോ നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ അതുമായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ഹാഫ് DA 4725 കിട്ടിയിട്ടുണ്ട് ആ പുള്ളിക്കാരന്. ഇനി അതുപോലെ ഹോളിഡേ വേജസ്, അതായത് നമ്മൾ ഈ അവധി സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോ സെക്കൻഡ് സാറ്റർഡേ ആണ്. അപ്പൊ സെക്കൻഡ് സാറ്റർഡേ ആണ് എങ്കിൽ സെക്കൻഡ് സാറ്റർഡേ സാധാരണ സർക്കാർ ഓഫീസ് അവധിയാണെങ്കിൽ ഇവർക്ക് അവിടെ ജോലി കാണും. അങ്ങനെ ജോലി ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? സാധാരണ ഒരു ദിവസം സാലറിയേക്കാൾ കുറച്ചുകൂടി കൂടുതലായിട്ട് അവർക്ക് കിട്ടും. അങ്ങനെ 2 ദിവസം സാലറി ആയിട്ട് ഹോളിഡേ വേജസ് 1588 എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തം ഇവരുടെ ടോട്ടൽ സാലറി എന്ന് പറയുന്നത് 32,123. ഇതൊരിക്കലും പിടുത്തത്തിന് മുമ്പേ ഉള്ള കാര്യമാണ്, പിടുത്തത്തിന് ശേഷമല്ല. അപ്പൊ 32,123 ഇവരുടെ സാലറി. ഇനി അവിടെ EPF പിടിക്കുന്നു 2953, GAS നമ്പർ 500 പിടിക്കുന്നുണ്ട്, SLI 1000 പിടിക്കുന്നുണ്ട്. ആ SLI ഓരോരുത്തർക്കും തസ്തികയിലനുസരിച്ച് വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ CMDRF അത് 860. അങ്ങനെ ആകെ മൊത്തം 5313 രൂപ ഡിഡക്ഷൻ കഴിഞ്ഞാൽ ഇയാളുടെ നെറ്റ് സാലറി, ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത് 26,810. ശ്രദ്ധിക്കണം, ഇതാരെ കുറിച്ചാ പറയുന്നത്? ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന് കിട്ടുന്ന ഇൻ ഹാൻഡ് സാലറി എന്ന് പറയുന്നത് 26,810. ഇവിടെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു, ഇവിടത്തെ ഒരു LD-യും വിനയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ഒരു പക്ഷേ ജോലി സമയം ഇച്ചിരി കൂടുതലായിരിക്കും അസിസ്റ്റന്റ് സെയിൽസ്മാന്. പക്ഷെ കയ്യിൽ കിട്ടുന്ന സാലറിയുടെ കണക്ക്, നമ്മളൊക്കെ ജോലി ചെയ്യുന്ന എന്തിനാ? അല്ലെ, സാമ്പത്തികം അല്ലെ, അതല്ലാതെ വേറൊന്നിനും അല്ല. നമ്മളെല്ലാം ജോലി തേടി അന്വേഷിച്ച് കഷ്ടപ്പെട്ട് പഠിച്ച് ഒരു ജോലി വാങ്ങിക്കുന്ന ഒരു സ്ഥിര വരുമാനം എന്നൊരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇൻ ഹാൻഡ് സാലറി ആയിട്ട് അവർക്ക് കിട്ടുന്ന എമൗണ്ട് 26,810 മനസ്സിലാക്കണം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ വ്യത്യാസങ്ങൾ വരും. കാരണം അവിടെ ഹോളിഡേ ദിവസം ആ മാസം കൂടുതലാണെങ്കിൽ അവിടെ കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നാൽ അതിനനുസരിച്ചുള്ള സാലറി അവരുടെ കയ്യിൽ കിട്ടുമെന്ന് മനസ്സിലാക്കണം. ഇനി അടുത്ത് നോക്കിക്കടാ, LDC-യിലേക്ക് എത്താം. LDC-യുടെ ബേസിക് പേ എന്ന് പറയുന്നത് 26,500 ബേസിക് പേ. HRA എന്ന് പറയുന്നത് 1590. അതുപോലെ DA എന്ന് പറയുന്നത് 3180. അതുപോലെ ടോട്ടൽ അവർക്ക് കിട്ടുന്ന
31,270 എത്രയാണ്? 31,270. ഇത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെങ്കിൽ 32,120 ടോട്ടല്. ഇവിടെ വരുമ്പോൾ 31,270. സെറ്റ് അല്ലേ? ഇനി ഒരു ഡിഡക്ഷൻ നോക്കടാ. ഇവിടെ ഇവർക്കാണെങ്കിൽ NPS എന്ന് പറയുന്നത് 2,650 നാഷണൽ പെൻഷൻ സ്കീം, അതാണ് NPS. അതുപോലെ GPF എന്ന് പറയുന്ന 1,590. അതുപോലെ ജനറൽ പ്രൊവിഡന്റ് ഫണ്ട്, അതാണ് GPF. അതുപോലെ SLI അത് 500 എന്ന് പറയുന്നു, സ്റ്റേറ്റ് ലൈഫ് ഇൻഷുറൻസ്, അതാണ് SLI. അതുപോലെ GIS എന്ന് പറയുന്നത് 860 ഗ്രൂപ്പ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയും. അങ്ങനെ ഓരോ സംഭവം. അതുപോലെ മെഡിസെപ്പിന് 500. ഇങ്ങനെ ഡിഡക്ഷൻ എല്ലാം കൂടെ എത്രയെന്ന് അറിയാമോ? 6,100 ഇവരുടെ ഡിഡക്ഷൻ. അപ്പൊ ടോട്ടലായിട്ട് ഇവർക്ക് കിട്ടുന്നത് 31,270. ടോട്ടൽ ഡിഡക്ഷൻ കഴിയുമ്പോൾ 6,100. ഇവരുടെ നെറ്റ് സാലറി എന്ന് പറയുന്നത് 25,170. ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇൻ ഹാൻഡ് സാലറി ആയിട്ട് ഒരു LD കാരന് കിട്ടുന്ന, തുടക്കക്കാരന് ഒരു വർഷത്തിനകത്തൊക്കെ കിട്ടുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 25,170 ആണെങ്കിൽ, അതേ ഒരു വർഷത്തിനു മുമ്പേ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ നെറ്റ് സാലറി അല്ലെങ്കിൽ അവന് ഇൻ ഹാൻഡ് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് 26,810. ഇവിടെയും ഞാൻ പറയുന്നു, ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന് ഇത്തിരി ജോലി കൂടുതലാണ്. ആ ചെയ്ത ജോലിക്ക് പക്ഷെ ഗവൺമെന്റ് ഉറപ്പായിട്ടും അവന് സാലറി കൊടുക്കും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഒരിക്കലും ഒരു LDCയെ പോലെ അല്ലെങ്കിൽ ഒരു LGS കാരന്റെ സാലറി ആണെന്ന് വിചാരിക്കരുത്. ഇവിടെ നമുക്ക് എക്സ്ട്രാ ബെനിഫിറ്റുകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ജോലി എന്താണ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇത് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടു നോക്കുക. ഉറപ്പായിട്ടും ഇത് നമുക്ക് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ജോലി കിട്ടിയാൽ ശരിക്കും നല്ല തെറ്റില്ലാത്ത ഒരു സാലറി വാങ്ങിക്കാവുന്ന ഒരു ജോലി തന്നെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്. മത്സരിച്ച് പഠിക്കാൻ പറ്റുന്ന ഒരു ജോലി തന്നെയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സെയിൽസ്മാൻ എന്ന് പറയുന്ന ആ ഒരു ജോലിയെ നമ്മൾ ഒരിക്കലും തട്ടിക്കളയേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് അതിനകത്ത് ജോലി കിട്ടില്ല, നിയമനം നടക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ നെഗറ്റീവ്സ് കാണുന്നുണ്ട്. നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കഷ്ടപ്പെടുക, പഠിക്കുക, അതിനുള്ള റിസൾട്ട് നമുക്ക് റാങ്കിൽ മേലേട്ട് വരാൻ ശ്രമിക്കുക. പരമാവധി റാങ്കുകളിൽ മേലെ വരാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം. അതിനു വേണ്ടിയിട്ട് സർവ്വസന്നാഹവും എടുത്ത് പഠിക്കുക. നമ്മുടെ സൂപ്പർ നോട്ട്സ് എന്ന് പറയുന്ന ചാനല് അല്ലെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്മൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച്, അടിപൊളി ബാച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പരമാവധി നിങ്ങളെ പഠിപ്പിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു ബാച്ച്. നല്ല കിടിലം അധ്യാപകരുടെ ഒരു ടീമുണ്ട്. ആ ടീമിന്റെ സഹായത്താൽ നമ്മൾ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ബാച്ച് ജാനുവരി 1 തീയതി, ഓർക്കണേ, ജാനുവരി 1 തീയതി, ഒരു പുതുവർഷം തുടങ്ങുന്ന സമയത്ത് അതൊന്ന് ആലോചിച്ചിരിക്കണം. ജാനുവരി 1 തീയതി എന്നാണ്. ജാനുവരി 1 തീയതി നമ്മളൊരു പുതിയ ബാച്ച് എന്തിനു വേണ്ടിയിട്ട്? അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടിയിട്ട് ആരംഭിക്കുന്നുണ്ട്. അപ്പൊ ആ ബാച്ചിലത്തേക്ക് വേണ്ടി പഠിക്കുക. നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്നാൽ നമുക്ക് പകരം വേറൊരാൾ പഠിച്ച് അവിടെ ജോലിക്ക് കയറും. ശ്രമിക്കേണ്ടത് നമ്മൾ ശ്രമിക്കുക. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിച്ച് പഠിച്ച് ഒരു ജോലി വാങ്ങിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ശ്രമിക്കുക. ഓക്കെ, അപ്പോ ജാനുവരി 1 തുടങ്ങുന്ന ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് നമ്മൾ വഴിയെ പറയുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു.